ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇഷാൻ. ഇന്ന് നമ്മളൊരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ 4 സവാള അരിഞ്ഞ് വെച്ചിന്, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, കരിവേപ്പിൻ്റെ ഇല ഇതെല്ലാം ആയിരുന്നു നമ്മളിവിടെ സൈഡിൽ വെച്ചിരുന്നത്. പിന്നെ നമ്മളൊരു ഗ്യാസിൽ കടായി വെച്ചിന്. ആ കടായി ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാർന്നു കൊടുത്തിന്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലോട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇതിട്ട് കൊടുത്താണ് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ മൂപ്പിച്ച് അതിൻ്റെ ആ ഇഞ്ചി പേസ്റ്റിൻ്റെയും വെളുത്തുള്ളിയുടെയും നിറം ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പം നമ്മൾ അതിലോട്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 സവാളയാണ് ഞങ്ങളെടുത്തത്. നിങ്ങൾ ആവശ്യത്തിനുള്ള സവാള നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഈ ഇളക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് ഞങ്ങൾ വരാം. പിന്നെ നമ്മൾ ഇതിലോട്ട് സവാള കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്താൽ നമ്മളെ ഉള്ളി നല്ലോണം വാടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടാലാണ് നല്ലോണം നമ്മുടെ സവാള വാടി കിട്ടുക. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇളക്കണ കണ്ടപ്പോൾ ഇക്കൊരു ബുദ്ധിക്ക് ഇങ്ങനെ ഈ മിക്സിങ് പരിപാടി നല്ല ഇഷ്ടം. പിന്നെ നമ്മൾ ഇതിലോട്ട് മല്ലിപ്പൊടി 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ടീസ്പൂൺ കണക്കെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മൾ നന്നായി ഇളക്കുന്നുണ്ട്. ഉമ്മ പാത്രം എടുത്തേക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ ഇളക്കും, കാരണം ഇളക്കലിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചെറുതായി നിങ്ങളൊന്ന് മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടിയാണ് ഈ ബീഫ് കാണിക്കുന്നത്. ഈ ബീഫ് ഞങ്ങൾക്ക് ഫ്രീ ആയി കിട്ടിയ ബീഫാണ് മക്കളെ. എൻ്റെ ഉപ്പാക്ക് കുറേ കസിൻസ് ഉള്ളതുകൊണ്ട് ഓരോ വീട്ടിൽ ഞങ്ങൾക്ക് കൊടുത്തയച്ചതാട്ടോ ഈ ബീഫ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് കേക്കാണ്. അപ്പോൾ അതാ നമ്മൾ ആ ബീഫും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് തുടക്കം ബീഫ് കാണിക്കാത്തതല്ലേ. പിന്നെ നമ്മൾ അതിലോട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു, കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കുക. ഇളക്കി ഇങ്ങനെ ഒരു പരുവാകുമ്പോൾ നമ്മളെ കേക്കിലോട്ടുള്ള മിക്സ്ചർ റെഡിയായി. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 6 മുട്ടയാണ് എടുക്കുന്നത്. മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് പാർന്ന് കൊടുക്കുന്നുണ്ട് ഇട്ടമ്മച്ചി. അപ്പോൾ അതാ ഓരോ മുട്ട വീതം നമ്മളിങ്ങനെ പൊട്ടിച്ച് 6 മുട്ടയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമായുള്ള മുട്ട നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലോട്ട് ബാക്കിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മുട്ടയിലോട്ട് ഉപ്പും കുരുമുളക് പൊടി നന്നായി ഒന്ന് പിടിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ്ചറില്ലേ, ആ മിക്സ്ചറിന് കുറച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി മുട്ട ബാക്കിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. ഈ എഗ് ബാക്കാണ് നമ്മളെ കേക്കിൻ്റെ ഏറ്റവും വലിയ ഐറ്റം. ഇവിടെ ഈ എഗ് ബാക്കും മിക്സ്ചറും കൂടി നന്നായി ഒന്ന് പിടിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കേക്ക് പാത്രം ഇവിടെ പുറത്തേക്ക് ഇറങ്ങിന്. അപ്പോൾ കേക്ക് പാത്രത്തിലോട്ട് നമ്മൾ എണ്ണയാണ് ഇതിലോട്ട് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായി ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കേക്ക് മിക്സ്ചർ നമ്മൾ ഇതിലോട്ട് പാർന്നു കൊടുക്കുന്നുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത സാധനമില്ലേ, അത് നമ്മൾ ഇതിലോട്ട് പാർന്നു കൊടുത്ത് എല്ലാ ഭാഗവും നല്ല ലെവലാക്കി എടുത്താണ്. നമ്മൾ കേക്ക് പാത്രത്തിൽ എല്ലാം ലെവലാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ ഇല ഇട്ട് അതിൻ്റെ കേക്കിൻ്റെ മുകൾ ഭാഗം കണ്ട് നല്ല ഗാർണിഷ് ചെയ്തിട്ടാണ്. ഇപ്പം ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മുടെ കേക്ക് റെഡിയാവും. അങ്ങനെ 20 മിനിറ്റിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ നമ്മുടെ കേക്ക് റെഡിയായി. ഇപ്പോൾ അതാ ഉമ്മച്ചി ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട പീസിൽ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അനിയൻ ഇവിടെ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ വന്നത്. ചൂടുള്ളതുകൊണ്ടാണ് ഓൻ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ. ഇനി അടുത്തൊരു നല്ല വീഡിയോ വരുന്നത്. ഓക്കെ, സ്റ്റേ ട്യൂൺ.